ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. 1 പത്രോസ് 1:16 ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനയെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് പറയുക, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, അതായത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കുക. ബാഡ് വേർഡ്സ്, മോശമായിട്ടുള്ള വാക്കുകൾ, സ്വെയറിംഗ് വേർഡ്സ്, അതായത് ഈ ആണയിട്ട് പറയുന്നതും ഓ മൈ ഗോഡ് പറയുന്ന അപ്രകാരമുള്ള കാര്യങ്ങളും, ഗോഡ് പ്രോമിസ് പറയുന്ന പദപ്രയോഗങ്ങളും, പിന്നെ ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നതും, പിന്നെ ഗോസിപ്പ്, ഏഷണി, പരദൂഷണം, ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്ത് തരത്തിലുള്ളൊരു നെഗറ്റീവ് ടോക്കും, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏത് തരത്തിലുള്ള നെഗറ്റീവ് ടോക്കും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിലാണ് ആത്മാവിൻ്റെ ഫലം നമ്മൾ കാണുന്നത്. അവയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടത്. എഫെസ്യർ 4:29 പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്.